Hi all, welcome to Easy Scores. It's me, Anusri. യൂണിറ്റ് 6-ലെ ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, സോറി ഫോർ ബീങ് ലേറ്റ്. ലെറ്റ്സ് എൻ്റർ ഇൻ ടു ദ ചാപ്റ്റർ. So graphing is a pictorial way of representing relationship between various quantities, parameters or measurable variables in nature. അതായത് ഗ്രാഫൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണല്ലേ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് പാരാമീറ്റേഴ്സ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുകയാണ്. ഇപ്പം 4 വർഷമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഫേമിൻ്റെ ഗ്രോത്താണ് കാണിക്കുന്നതെങ്കിൽ അത് നമുക്ക് പിക്ടോഗ്രാഫിക്കലി ഗ്രാഫിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. ആ ഇയർ കൊടുക്കാം ആൻഡ് ഓൾസോ ഏത് പാരാമീറ്ററാണ് നമ്മൾ ആ ബിസിനസ്സിൻ്റെ ഗ്രോത്താണ് നമ്മൾ എടുക്കുന്നത്, ആ ഗ്രോത്ത് ആൻഡ് ആസ് വെൽ ആസ് വേഴ്സസ് ടു ദ ഇയർ അത് വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ നമുക്ക് കാണിക്കാം. അങ്ങനെ നമുക്ക് ഈവൻ ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക്, ആ മാർക്കിൻ്റെ ബേസിസിലുള്ളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കാം. ടോട്ടൽ സ്ട്രെങ്ത് ആൻഡ് എ ഗ്രേഡ് സെക്യൂർ ചെയ്ത കുട്ടികൾ കമ്പയർ ചെയ്തിട്ട് ബി ഗ്രേഡ് എത്ര പേര് സെക്യൂർ ചെയ്തു, ആ ഒരു രീതിയിലുള്ള കമ്പാരിസൺ കാണിക്കുക. അല്ലെങ്കിൽ വ്യത്യസ്ത ഡിവിഷനിലുള്ള കുട്ടികളുടെ മാർക്കിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പം ഇറ്റ് ഈസ് a pictorial way of representing relationship between various quantities, parameters or measurable variables in nature. And the founder of graphical method of statistics is William Playfair. A graph basically summarizes how one quantity changes if another quantity that is related to it also change. അപ്പം ഓരോ ക്വാണ്ടിറ്റിയിലും ഞാൻ പറഞ്ഞില്ല, ഓരോ റെക്കറിങ് ഇയറിലും വന്ന ഗ്രോത്ത് അതിൻ്റെയൊക്കെ ഒരു കണക്കെടുക്കുക. അപ്പം ഓരോ പാരാമീറ്ററിനും അതിന് അനുബന്ധമായിട്ട് നമ്മൾ ഏത് പാരാമീറ്റർ വെച്ചിട്ടാണോ നമ്മളതിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത്, അപ്പം അതിൽ വരുന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചീഫ്ലി യൂസ് ചെയ്യുന്നത്. നൗ അഡ്വാൻറ്റേജസ്, ഇറ്റ് ഹാസ് ഗോട്ട് ന്യൂമറസ് അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജസ് ചോദിക്കും. അപ്പോൾ അത് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാഫ്സ് നോക്കാം. ഇറ്റ് പെർമിറ്റ്സ് easy visualization and gives good visual impact. Easy visualization and good visual impact. അതായത് നമുക്കൊരു അത് പിക്ടോറിയൽ ആയതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഗ്രാഫ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിട്ടുള്ളത്, എവിടെയാണ് ഏത് ഇയറാണ് ഗ്രോത്ത് ഡൗൺ ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ്. ഇറ്റ് ഈസ് ക്വിക്ക് ടു ഗ്രാസ്പ്. ഒന്ന് വിഷ്വലൈസേഷൻ്റെ ആയിരുന്നാണ്, അതായത് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈസി ടു ഗ്രാസ്പ് ആണ്. ആൻഡ് ദെൻ ഫെസിലിറ്റേറ്റ്സ് ആണ്. ഓക്കെ, ഫെസിലിറ്റേറ്റ്സ് കമ്പാരേറ്റീവ് സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എ ഗിവൺ ഡാറ്റ. ഒരു ഗിവൺ ഡാറ്റയിലെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനെ കുറിച്ചിട്ടുള്ളൊരു കമ്പാരേറ്റീവ് സ്റ്റഡി. അതായത് ആ ഒരു ഗ്രാഫ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഒക്കെ ഈ ഇയറിൽ ഗ്രോത്ത് കൂടിയതാണ്, അടുത്ത ഇയർ വന്നപ്പോൾ ചിലപ്പോൾ ഗ്രോത്ത് കുറഞ്ഞതായിരിക്കാം, കൂടിയതായിരിക്കും. ആ ഗ്രാഫിൻ്റെ ബാർസ് വെച്ചിട്ടൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫാണോ നമ്മൾ യൂസ് ചെയ്തിട്ട് അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ ആ ഒരു വിഷ്വൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ അതാണ് പറയുന്നത് ഫെസിലിറ്റേറ്റ്സ് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. അധികം യൂസ് ചെയ്യുന്നത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ ഏറ്റവും നല്ലൊരു ടൂൾ തന്നെയാണ് ഗ്രാഫിംഗ്. ഫെസിലിറ്റേറ്റ്സ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എ ഗിവൺ ഡാറ്റ. നൗ ഇറ്റ് സേവ്സ് ടൈം. പിക്ടോറിയൽ ആയതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്രോത്തും അതും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനും പറ്റും. ആൻഡ് ഇറ്റ് സേവ്സ് ടൈം. നമ്മളൊരു കണക്കൊക്കെ നോക്കി എടുക്കുന്നതിനെക്കാട്ടും നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്ത് വെക്കുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. അതാണ് ഇറ്റ് ഹെൽപ്സ് ടു ഇൻറ്റർപ്രിറ്റ് ദ ഡേറ്റ ആൻഡ് ഡ്രോ കൺക്ലൂഷൻ. സോ ദീസ് ആർ സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാഫ്സ്. നൗ ടൈപ്സ് ഓഫ് ഗ്രാഫ്: ബാർ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം, ദെൻ ഫ്രീക്വൻസി കർവ് ഉണ്ട്, ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്, ഒഗൈവ് ഉണ്ട്, ആൻഡ് ദെൻ pie diagram is there. These are the different types of graph. So first one, bar diagram. It is a graphical display of data using bars of different heights.
അപ്പോൾ ബാർസ്, റെക്റ്റാങ്കുലർ ബാർസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫിക്കലി ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ദാറ്റ് സോർട്ട് ഓഫ് എ ഗ്രാഫ് ഇസ് നോൺ ആസ് ബാർ ഡയഗ്രാം. Graphical display of data using bars of different heights. Bars are arranged vertically or horizontally from a zero base. It is arranged vertically or horizontally from a zero base. Zero base എന്നായിരിക്കും എപ്പോഴും ഒരു ബാർ ഡയഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ദ സൈസ്, ലെങ്ത്, കളർ ഓഫ് ദ ബാർസ് റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഫ്രൂട്ട് കളർ അതാണ് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ 2 ആക്സസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക, എക്സ് ആക്സസ് ആൻഡ് വൈ ആക്സസ്. അപ്പോൾ എക്സ് ആക്സസിൽ പൊതുവേ നമ്മൾ പറയുമ്പം ക്ലാസ് ഇൻ്റർവെൽസ് ആണ് കൊടുക്കുക, വൈ ആക്സസിലാണ് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി കൊടുക്കുക എന്നാണ്. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി നമ്പേഴ്സ് അതൊക്കെ നമ്മൾ എവിടെ കൊടുക്കും? വൈ ആക്സസിലാണ് കൊടുക്കുക. ആൻഡ് ദെൻ അതർ ഇൻഫോർമേഷൻസ്, ക്ലാസ് ഇൻ്റർവെൽ ആയിക്കോട്ടെ, അത്തരം റിലേറ്റഡ് ഇൻഫോർമേഷൻസ് ഒക്കെ വരുന്നത് എക്സ് ആക്സസിലാണ്. അപ്പോൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് മോസ്റ്റ് സിമ്പിൾ കൈൻഡ് ഓഫ് ഒരു ഗ്രാഫാണ്. സോ ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സും അത് എത്ര കുട്ടികളുടെ ഫേവറേറ്റ് കളറാണെന്നുള്ളതൊക്കെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളോടൊരു ബാർ ഡയഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 പോയിൻറ്റ്സ് എഴുതുക, ഒരു പിക്ചറും കൊടുക്കുക. ഒരു ബാർ ഡയഗ്രാമിൻ്റെ ഒരു എക്സാമ്പിളും നിങ്ങൾ എന്തായാലും കൊടുക്കേണ്ടതാണ്. സോ ഇങ്ങനെ ഒരു പിക്ചർ കൊടുക്കാം. ആൻഡ് ദെൻ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും യെല്ലോ ആണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഫേവറേറ്റ് കളർ, ഗ്രീൻ ആണ് ദ ലീസ്റ്റ് ഫേവറേറ്റ് കളർ ഏതാണ്? ഗ്രീൻ ആണ്. മോസ്റ്റ് ഫേവറേറ്റ് യെല്ലോ ആണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ക്വിക്ക് ടു ഗ്രാസ്പ് ആണ്, ഗുഡ് വിഷ്വൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈസി ഫോർ ഡ്രോയിങ് ഇൻ ടു എ കൺക്ലൂഷൻ. സോ ദാറ്റ് ഈസ് വാട്ട് യു ക്യാൻ റൈറ്റ് അണ്ടർ ബാർ ഡയഗ്രാം. വരയ്ക്കാനും പഠിക്കുക, എന്തായാലും വരച്ച് വെക്കണം. അതിനുശേഷം പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് ഹിസ്റ്റോഗ്രാം. ഇറ്റ് റെപ്രസെൻറ്റഡ് അക്രോസ് 2 ആക്സസ്, എക്സ് ആക്സസ് ആൻഡ് വൈ ആക്സസ്. സെയിം ഈവൻ നമ്മുടെ ബാർ ഡയഗ്രാം അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ റെപ്രസെൻറ്റഡ് അക്രോസ് 2 ആക്സസ്, എക്സ് ആക്സസ് ആൻഡ് വൈ ആക്സസ്. ആൻഡ് ക്ലാസ് ഇൻ്റർവെൽസ് ഒക്കെയാണ് നമ്മൾ എക്സ് ആക്സസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വൈൽ ഫ്രീക്വൻസീസ് ആർ ഗീവൺ ഓൺ ദ വൈ ആക്സസ്. And then it was first introduced by Carl Pearson. So histogram was introduced by Carl Pearson, and then it is used for continuous data. നമ്മൾ കണ്ടിന്യൂസ് ഡാറ്റ മാർക്ക് ചെയ്യാനാണ് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു ഫ്രീക്വൻസി ഒക്കെ ആണ് അധികം മാർക്ക് ചെയ്യുന്നത്. ഹിസ്റ്റോഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓരോ ഇയറിൻ്റെ ഗ്രോത്ത്, അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ഡാറ്റ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്തിട്ട്. കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഈ ബാർസിൻ്റെ ഇടയിലൊന്നും ഗ്യാപ്പ് ഇല്ലാത്തത്. ഇതൊരു കണ്ടിന്യൂസ് ഡാറ്റ ആയതുകൊണ്ട് അതിന് ആ ഒരു ഫ്രീക്വൻസി, കാരണം നമ്മൾ ഫ്രീക്വൻസിയിലാണല്ലോ ലിസ്റ്റ് ചെയ്യുന്നത്, അപ്പം അവിടെ ഗ്യാപ്പ് വരുന്നില്ല. ക്ലാസ് ഇൻ്റർവെല്ലൊക്കെ കൊടുക്കുമ്പം നമുക്കങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കില്ല. നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ഡാറ്റ ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കിതാ ഇത് കൊടുക്കാം. ജസ്റ്റ് വരച്ചാൽ മതി. അതായത് ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും. ഹിസ്റ്റോഗ്രാമിൽ അതൊരു കണ്ടിന്യൂസ് ഡാറ്റ ആകുമ്പോൾ ആ ബാർസിൻ്റെ ഇടയിൽ നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കില്ല. ആൻഡ് ദെൻ സീറോ ബേസ് ആവണമെന്ന് നിർബന്ധമില്ല. അതാണ് അവിടെ ഒരു ചിഹ്നം കണ്ടോ, എക്സ് ആക്സസിൻ്റെ അവിടെ. സോ അതൊരു സീറോ ആക്സസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്തൊരു ഒരു ഗ്രാഫും കൂടിയാണ്. ഐ തിങ്ക് ഹിസ്റ്റോഗ്രാം സീറോ ആക്സസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അത് കാണിക്കാനാണ് അവിടെ ആ ഒരു ഫ്രീക്വൻസി കൊടുത്തിട്ടുള്ളത്, ആ ഒരു സൈൻ. ആൻഡ് ദെൻ ഫ്രീക്വൻസി പോളിഗൺ. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇൻ വിച്ച് മിഡ് പോയിൻ്റ് ഓഫ് ഈച്ച് ക്ലാസ് ഇസ് മാർക്ക്ഡ് ഓൺ ദ എക്സ് ആക്സസ് ആൻഡ് ഫ്രീക്വൻസി ഓൺ ദ വൈ ആക്സസ്. നേരത്തെ നമ്മൾ കണ്ടു ക്ലാസ് ഇൻ്റർവെല്ലാണ് എക്സ് ആക്സസിൽ ഹിസ്റ്റോഗ്രാമിൽ മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് ആക്സസിൽ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആ മിഡ് പോയിൻറ്റിൻ്റെ വെച്ചിട്ടായിരിക്കും എക്സ് ആക്സസിൽ ഉണ്ടാവുക. ആൻഡ് വൈ ആക്സസിൽ ആസ് യൂഷ്വൽ ഫ്രീക്വൻസി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഗ്രാഫ്. ഹിസ്റ്റോഗ്രാം ഒരു കണ്ടിന്യൂസ് ഗ്രാഫായിരുന്നു. ഫ്രീക്വൻസി പോളിഗൺ ഇസ് എ ക്ലോസ്ഡ് ഗ്രാഫ് ബിക്കോസ് ദ എൻഡ് പോയിൻറ്റ്സ് ആർ ജോയിൻ ടു ദ എക്സ് ആക്സസ്. ഇത് രണ്ടിൻ്റെയും എൻഡ് പോയിൻറ്റ്സ് എവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്? എക്സ് ആക്സസിൽ. അതായത് ആ ഹിസ്റ്റോഗ്രാമിൻ്റെയൊക്കെ മിഡ് പോയിൻറ്റ്സ് മാത്രം ജോയിൻ ചെയ്യുന്ന പോലെ അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിൻറ്റ്സിൻ്റെ അവിടെയായിരിക്കും ഇവിടെ ജോയിൻ ചെയ്യുക. ഇങ്ങനെയാണ് ഈ ഗ്രാഫുകൾ ഉണ്ടാവുക.
ആൻഡ് ഇത് ക്ലോസ്ഡ് ആയിരിക്കും. കണ്ടോ, രണ്ട് സൈഡിലും എക്സ് ആക്സിസിൻ്റെ അവിടെ ആ എൻഡ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദെൻ ഇതിന് കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജസ് കൂടുതലുമാണ്. ബിക്കോസ് ഫ്രീക്വൻസി ഇപ്പം ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രാമും അതിൻ്റെ മുകളിൽ വേറൊരു ഡേറ്റയും കൂടി നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതും കൂടി വരച്ചാൽ ഫുൾ കൺഫ്യൂസിങ് ആവും. അപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ടു ഡേറ്റ ഒന്നും ഒറ്റ ഒരു സിംഗിൾ ഗ്രാഫിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ പോളിഗൺ, ഫ്രീക്വൻസി പോളിഗൺ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറൊരു സൈൻ വേറൊരു കളറോ ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു സെക്കൻഡ് ഡേറ്റയും കൂടി സെയിം ഗ്രാഫ് തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഓവർ ദ അതർ വൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു സൂപ്പർ ഇമ്പോസ് മോർ ദാൻ വൺ ഫ്രീക്വൻസി പോളിഗൺ. ആൻഡ് ദെൻ കമ്പാരിസൺ ചെയ്യാനും അതിലൊരു സിംഗിൾ ഡേറ്റ മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ മോർ ദാൻ വൺ ഡേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈസിലി കമ്പാരിസണും പോസിബിളാണ്. ഓഫ് മോർ ഡേറ്റ, കുറേ ഡേറ്റേൻ്റെയൊക്കെ കമ്പാരിസണും പോസിബിളാണ് ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗ്രാഫിൽ. അതിനാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദെൻ ഫ്രീക്വൻസി കർവ്. It is a frequency curve is a smooth curve. The frequency curve for a distribution can be obtained by drawing a smooth and freehand curve through the midpoint of the upper sides of the rectangles, forming the histogram. അതിൽ ആ റെക്റ്റാങ്കുലർ ബാർസ് നിങ്ങൾ എക്സാമിന് എഴുതുമ്പം വരയ്ക്കണം എന്നില്ല. ജസ്റ്റ് അതായത് ഇപ്പം നമ്മൾ പോളിഗൺ, ഫ്രീക്വൻസി പോളിഗൺ ഒരു ലൈൻ പോലെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. ഒരു ലൈനുകൾ തമ്മിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. പോളിഗൺ മീൻസ് അങ്ങനെയാണല്ലോ. കർവ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീ ഹാൻഡ് ആയിരിക്കും. അതായത് ലൈനുകളായിരിക്കില്ല. അതിനെ നമ്മളൊരു ഫ്രീ ഹാൻഡായിട്ട് ഒരു റഫായിട്ടൊരു മിഡ് പോയിൻ്റ്, ഇവിടെയും മിഡ് പോയിൻ്റ് തന്നെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്ലാസ് ഇൻ്റർവെലിൻ്റെ. അതിനെ മിഡ് പോയിൻറ്റിലൂടെ ഒരു ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ ആ ഒരു കർവിനെ ഫ്രീക്വൻസി അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഫ്രീക്വൻസി കർവ് എന്ന് വിളിക്കുന്നത്. So that is the only difference between frequency polygon and frequency curve. And then Ogive. Ogive, it is used to represent cumulative frequency percentage graph. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ഗ്രാഫാണ്. ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ സ്കോർ വാല്യൂ ഓഫ് എനി ഡിസൈഡഡ് പെർസെൻറ്റൈൽ ഓർ പെർസെൻറ്റൈൽ വാല്യൂ ഓഫ് എ ഗീവൺ സ്കോർ. അതായത് നമ്മൾ ഇപ്പോൾ നെറ്റ് എക്സാം ഇങ്ങനത്തെ എക്സാമിൻ്റെയൊക്കെ റിസൾട്ട് എങ്ങനെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, എഴുതിയ കുട്ടികളുടെ എണ്ണം അനുസരിച്ചിട്ട് അതിൽ വരുന്ന, എന്നിട്ടാണ് നമ്മൾ എഴുതിയ കുട്ടികളുടെ ടോപ്പ് ഇത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് ക്വാളിഫൈ ആവുന്നത്, അങ്ങനെ വെച്ചിട്ടാണല്ലോ നമ്മൾ അതിൻ്റെയൊക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സോ അവിടെയൊക്കെ നമ്മളൊരു പെർസെൻറ്റൈൽ വാല്യൂ വെച്ചിട്ടൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അത്തരം ആ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫാണ് ആ ഒരു ടൈപ്പ് ഓഫ് പെർസെൻറ്റൈൽ ഗ്രാഫ്സ്. പെർസെൻറ്റൈൽ ഡേറ്റാസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒജൈവ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ സ്കോർ വാല്യൂ ഓഫ് എനി ഡിസൈഡഡ് പെർസെൻറ്റൈൽ. ഇത്രയൊരു പോപ്പുലേഷൻ്റെ അകത്ത് ഹയസ്റ്റ് 10 എത്ര, 10% എത്ര, ലോവസ്റ്റ് 10% എത്ര, അങ്ങനെ കാണുന്നത്. അങ്ങനത്തെ ഒരു ഡേറ്റ, അങ്ങനത്തെ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ കണ്ടുവെക്കുന്നതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഒജൈവ് ഗ്രാഫ്സ് യൂസ് ചെയ്യാറ്. പോസിറ്റീവ് ഒജൈവ്സും ഉണ്ട്, നെഗറ്റീവ് ഒജൈവ്സും ഉണ്ട്. അതായത് ഹയസ്റ്റ് 10 കാണുന്നത് പോസിറ്റീവ് ആയിരിക്കും, ലോവസ്റ്റ് ഡേറ്റയാണ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ നെഗറ്റീവ് ഡേറ്റയിലാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതാണ് ഒരു എക്സാമ്പിൾ ഫോർ ഒജൈവ്. ദ ഗ്ലോബൽ കസ്റ്റമർ സപ്പോർട്ട് മാനേജർ സാലറീസ് ഒജൈവിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ളൊരു എക്സാമ്പിൾ. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ടൈപ്പ് ഇസ് പൈ ചാർട്ട് ഓർ പൈ ഡയഗ്രാം. പൈ ഡയഗ്രാം ഇസ് എ സർക്കുലർ ഡയഗ്രാം. മറ്റേതൊക്കെ ഒന്ന് റെക്ടാങ്കുലർ ബാർസ് ആയിരുന്നു, മറ്റേത് പോളിഗൺ സൈഡ്സ് പോലെ റെപ്രസെൻറ്റ് ചെയ്താണ്. അനദർ വൺ വാസ് ഒരു കർവ്, ഒരു സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവിലാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്.
ഇത് ഒരു സർക്കുലർ ഡയഗ്രമാണ്. സർക്കുലർ ഷേപ്പിലാണ് നമ്മൾ പൈ ഡയഗ്രാം അഥവാ പൈ ചാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സർക്കിൾ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് സെക്ടേഴ്സ്. നോക്കുക, ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഡിഫറെൻ്റ് ആനിമൽസിൻ്റെ ഒരു കണക്കാണ്. സോ അതിൻ്റെ കണക്ക് പൈ ഡയഗ്രാമത്തിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തതെന്ന് നോക്കാം. ആൻഡ് ദെൻ അത് ഓരോരോ സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സർക്കിൾ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് സെക്ടേഴ്സ് ആൻഡ് ഈച്ച് സെക്ടർ വിൽ റെപ്രസെൻറ്റ് ദ information in the given data. And then it is a good visual representation of the data when the categories show some variation in size. ആ സൈസിലുള്ള വേരിയേഷനൊക്കെ ഉണ്ടാകുമ്പം ഇറ്റ്സ് എ വെരി ഗുഡ്, ഈസി ടു റെക്കഗ്നൈസ്. ഇവിടെ പക്ഷേ നമുക്ക് വേണമെങ്കിൽ കാറ്റ്സ് വേഴ്സസ് കാറ്റ്സും ഗോട്ട്സും അല്ലേ, അത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പം ഏതാണ് വലുത് എന്ന് നമുക്ക് പെട്ടെന്ന് പിക്ടോഗ്രാഫിക്കലി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പൊതുവെ നല്ല വേരിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കാറ്റഗറീസിൻ്റെ ഇടയിൽ നല്ല വേരിയേഷനൊക്കെ ഉണ്ടെങ്കിൽ, സൈസ് വേരിയേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ബാർ ഡയഗ്രാം പോലെ തന്നെ കാണുമ്പം നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇൻ നമ്പർ ഏതാണ്, ഏറ്റവും കുറവ് ഏതാണ് എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ എളുപ്പമാണ് പൈ ചാർട്ടിൽ. ആൻഡ് ദെൻ now let's look at some of the disadvantages. Now it fit only for comparative study. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് നല്ലൊരു ടൂൾ തന്നെയാണ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നമുക്ക് വേറെ ഇൻഫർമേഷൻ, വേറെ വലിയൊരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് ഗിവൺ ഇൻഫർമേഷൻ ഒന്നും ഒരു ഗിവൺ ഗ്രാഫിൽ നിന്ന് കിട്ടില്ല. സോ ഇറ്റ് ഓൺലി ഫിറ്റ് ഫോർ കമ്പാരിറ്റീവ് സ്റ്റഡി. ആൻഡ് ചാൻസസ് ഓഫ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഇസ് ഹൈ. നേരത്തെ നമ്മൾ കണ്ടതിൽ തന്നെ ഗോട്ടും കാറ്റും ഓൾമോസ്റ്റ് സെയിമായി വന്നു. ഇതിൽ ചിലപ്പോൾ ഏതാണ് കൂടുതൽ, ഇനിയിപ്പോൾ രണ്ട് ഈക്വൽ ആണോ, അങ്ങനെ ഒരു കൺഫ്യൂസിങ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻസ് വരാനും ചാൻസസ് കൂടുതലാണ്. ചാൻസസ് ഓഫ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഇസ് ഹൈ. ലോ പ്രിസിഷൻ, യെസ് ഓഫ് കോഴ്സ് അക്യുറസി കുറവായിരിക്കും. കറക്റ്റ് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ആ ഫ്രീക്വൻസി കേർവൊക്കെ നോക്കുക, അതൊരു ഫ്രീ ഹാൻഡ് കേർവാണ്, ഒരു സ്മൂത്ത് കേർവ്. അത് റഫായിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ട്, അങ്ങനെ വളരെ അക്യുറേറ്റ് ആൻഡ് പ്രിസൈസ് വാല്യൂൻ്റെ ആയിക്കൂടി അല്ല പോകുന്നത് ഡാറ്റ. നമുക്ക് പെട്ടെന്ന് കാണുമ്പം ആ ഗ്രോത്ത് ഒരു ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നൊരു ഇൻഫർമേഷൻ കിട്ടുമെന്നല്ലാതെ അക്യുറേറ്റ് ഇൻഫർമേഷനൊക്കെ ഇത് നല്ലൊരു റെപ്രസെൻറ്റേഷൻ അല്ല. സോ ലോ പ്രിസിഷൻ, ലിമിറ്റഡ് ഇൻഫർമേഷൻ, ഈ പറഞ്ഞ പോലെ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന രണ്ട് ആക്സസിലും കൊടുക്കാൻ പറ്റുന്ന ലിമിറ്റഡ് ഇൻഫർമേഷൻസേ അവിടെ നിന്ന് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ പ്രൊവൈഡ്സ് വെയ്ഗ് ഐഡിയാസ്. ലോ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ വെയ്ഗ്, അതായത് അത്ര ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസ് ഒന്നും ചിലപ്പം ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. സോ ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ചോദിക്കുമ്പോൾ ഈ പോയിൻറ്റ്സും ഓരോന്നിൻ്റെയും പിക്ചേഴ്സും ഒന്ന് വരച്ച് വെക്കുക. And now thank you and all the best.